ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തിരുവെഴുത്തുകളിൽ പ്രവചിച്ചിരുന്നതിനൊത്തവണ്ണം മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. 2-3 ദിവസം മുമ്പ് ഇസ്ലാമിലെ ബലിപെരുന്നാളിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ക്ലബ് ഹൗസിൽ ഞങ്ങളിട്ടൊരു റൂമിൽ പഴയ നിയമത്തിലെ ബലിയെക്കുറിച്ചും ആ ബലികളെല്ലാം വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയായ ക്രൂശ് മരണത്തിലേക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ചില മുസ്ലിങ്ങൾ വന്ന്, ദാവാക്കാർ വന്ന് ഞങ്ങൾ എതിർക്കുകയുണ്ടായി. ഈ ലോകത്തിലെ ഒരാൾക്കും മറ്റൊരാളുടെയും പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ കയറി എന്നുള്ള ബൈബിൾ ഉപദേശം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിനും കഴിയുകയില്ല എന്നുമൊക്കെ അവർ വാദിക്കുകയുണ്ടായി. ഏതാണ്ട് എല്ലാ മുസ്ലിം സ്നേഹിതന്മാരും ഈ വിശ്വാസക്കാരാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. കുട്ടിക്കാലത്തെ തന്നെ മദ്രസയിൽ വെച്ച് ഉസ്താദുമാരെ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഈ കാര്യം. എന്നാൽ എന്താണ് സത്യം? ഖുർആനിലും ഹദീസുകളിലും വേണ്ടത്ര അറിവ് നേടിയിട്ടില്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങളെ സോഷ്യൽ മീഡിയയിലെ ഈ ദാവാക്കാരും മദ്രസ ഉസ്താദുമാരും ചേർന്ന് വഞ്ചിക്കുകയാണ്, നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരാൾക്ക് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമെന്നാണ് ഖുർആനും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്നത്. തെളിവായി ഞങ്ങൾ ചില ഖുർആൻ ആയത്തുകളും ഹദീസുകളും നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. സൂറ 29:13 നമുക്ക് ആദ്യം നോക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തങ്ങളുടെ പാപഭാരങ്ങളും സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും. അവർ കെട്ടിച്ചമച്ചിരുന്നതിനെ പറ്റി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറ 29:13. ഈ ആയത്തില് പറഞ്ഞിരിക്കുന്നത്, മലക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വന്തം പാപഭാരങ്ങളല്ലാത്ത വേറെയും പാപഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മറ്റുള്ളവർ ചെയ്ത പാപങ്ങളുടെ ഭാരങ്ങൾ എന്നാണ് അർത്ഥം. മനസ്സിലായോ? സ്വന്തം പാപഭാരങ്ങൾ, അതോടൊപ്പം വേറെയും പാപഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത പാപഭാരങ്ങൾ, അതാണ് സ്വന്തം പാപഭാരങ്ങൾ. അതോടൊപ്പം വേറെ എന്ന് പറഞ്ഞാൽ മറ്റ് മനുഷ്യർ ചെയ്ത പാപഭാരങ്ങൾ അധികം വഹിക്കേണ്ടി വരും. അപ്പൊ അതിനർത്ഥം എന്താണ്? വേറെ ആൾക്കാർ ചെയ്ത പാപങ്ങൾ ഇവനെടുക്കാൻ കഴിയും, ഒരു സാധാരണ മനുഷ്യന് എടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. സാധാരണ പാപികളായ സാധാരണ മനുഷ്യർക്ക് പോലും മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ വഹിക്കാൻ കഴിയുമെന്ന് ഈ ആയത്തിൽ മലക്ക് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഖുർആനും ഹദീസുകളും അറിയാത്ത ഈ ഉസ്താദുമാരും ദാവാക്കാരും പറയുന്നത് പാപമില്ലാത്ത പരിശുദ്ധനായ യേശുക്രിസ്തുവിന് മറ്റുള്ളവരുടെ പാപഭാരം വഹിക്കാൻ കഴിയുകയില്ല എന്നാണ്. ആര് പറയുന്നതാണ് ഒരു മുസൽമാൻ വിശ്വാസത്തിൽ എടുക്കേണ്ടത്? ഖുർആനിനകത്ത് മലക്ക് പറഞ്ഞിരിക്കുന്നതാണോ അതോ ഇന്നത്തെ ദാവാക്കാരും മദ്രസ ഉസ്താദുമാരും പറയുന്നതാണോ? ഏതാണ് ഒരു മുസ്ലിം വിശ്വാസത്തിൽ എടുക്കേണ്ടത്? ദാവാക്കാരും മദ്രസ ഉസ്താദുമാരും പറയുന്നതാണ് മുസ്ലിമിന് പ്രമാണമെങ്കിൽ യേശുക്രിസ്തുവിന് മറ്റുള്ളവരുടെ പാപം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഖുർആനിൽ മലക്ക് അല്ലെങ്കിൽ മലക്കിനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന അള്ളാഹു പറഞ്ഞ ആ കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ പ്രമാണമെങ്കിൽ യേശുക്രിസ്തുവിന് മറ്റുള്ളവരുടെ പാപം ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളുക. നിങ്ങൾ ഉസ്താദുമാരും ദാവാക്കാരും പറയുന്നത് വിശ്വസിക്കണോ അതോ ഖുർആൻ പറയുന്നത് വിശ്വസിക്കണോ? ഇനി അടുത്ത ആയത്ത്, വേറൊരു ആയത്ത് നമുക്ക് നോക്കാം. സൂറ 16:25. തങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും യാതൊരു വിവരവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴി പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപഭാരങ്ങളിൽ ഒരു ഭാഗവും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ വഹിക്കുവാനത്രേ അത് ഇടയാക്കുക. ശ്രദ്ധിക്കുക, അവർ പേറുന്ന ആ ഭാരം എത്ര മോശം. സൂറ 16:25. അപ്പൊ ഇവിടെ മലക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പാപിയായ ഒരുവൻ സ്വന്തം പാപഭാരം മുഴുവൻ വഹിക്കണം. അതുപോലെ തന്നെ അവ മുഖാന്തരം എത്ര പേർ പാപം ചെയ്തിട്ടുണ്ടോ അവരുടെ പാപങ്ങളിൽ ഒരു ഭാഗവും ഇവൻ വഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാപിയായ ഒരുത്തന് മറ്റുള്ളവരുടെ പാപങ്ങൾ വഹിക്കാൻ കഴിയുമെന്ന് ഇവിടെയും മലക്ക് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കെ പാപരഹിതനായ യേശുക്രിസ്തുവിന് മറ്റു മനുഷ്യരുടെ പാപങ്ങൾ വഹിക്കാൻ കഴിയില്ല എന്ന് ഈ ദാവാക്കാർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്?
ഈ ദാവാക്കാരും മദ്രസ ഉസ്താദുമാരും അർത്ഥമറിയാത്ത അറബിയിൽ ഖുർആൻ വായിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും ഭാഷയിൽ ഏതെങ്കിലും ഒരു ഖുർആൻ തർജിമ വായിച്ചിരുന്നെങ്കിൽ അവരിമാതിരി വിഡ്ഢിത്തരങ്ങൾ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ഇതിന്റെ അർത്ഥമൊക്കെ അറിയാം, അറബിയൊക്കെ ഇവർക്ക് ശരിക്കും അറിയാം. പക്ഷെ ഈ കാര്യം സത്യസന്ധമായി മുസ്ലിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചാൽ നാളെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വന്ന് അവനോട് സുവിശേഷം പറയുമ്പോൾ യേശുക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരമായി നിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു എന്നുള്ള ആ സുവിശേഷ സത്യം അവനോട് പറയുമ്പോൾ അവനത് വിശ്വസിക്കും, ആ മുസ്ലിം അത് വിശ്വസിക്കും. കാരണം എന്താണ്? പാപികളായ മനുഷ്യർക്ക് പോലും മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാമെന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാപമില്ലാത്ത പരിശുദ്ധനായ യേശുക്രിസ്തുവിന് തീർച്ചയായും എൻ്റെ പാപം ഏറ്റെടുക്കാൻ കഴിയും എന്നവൻ ചിന്തിക്കുകയും അവൻ സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനിയായി മാറും എന്നുള്ള ഭയം കൊണ്ട് ഈ ഉസ്താദുമാരും ദാവാക്കാരും ഒന്നും ഇക്കാര്യങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഒന്നുകിലും ഇവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല, ഈ ഖുർആനിൽ അർത്ഥം അറിയാതെ അറബിയിൽ ഓതുന്നതുകൊണ്ട് ഇതെന്താണ് എഴുതി വെച്ചതെന്ന് അറിയില്ല, അതുകൊണ്ട് അവർ വായ തോന്നിയത് പറയുകയാണെന്ന് ഒന്നുകിൽ അങ്ങനെ നമ്മൾ അനുമാനിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവർക്ക് ഇതിന്റെ അർത്ഥമൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് സാധാരണ മുസ്ലിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി തീരുമെന്നുള്ളത് കൊണ്ട് അവരങ്ങനെ പേടിച്ചിട്ട് ഇത് പറയാതിരിക്കുകയാണ്. ഏതായാലും ശരി, ഇതിൽ രണ്ടിൽ ഏതായാലും ശരി ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് സത്യം. ഈ മദ്രസ ഉസ്താദുമാരായാലും ദാവാക്കാരായാലും ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം ഒന്നുകിൽ ഇവർ അറിവില്ലായ്മ കൊണ്ട് വെറുതെ വിടുവായത്തരം വിളിച്ചു പറയുന്നവരാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം വഞ്ചിക്കുന്നവരാണ്. ഈ രണ്ടനുമാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ രണ്ടായാലും ശരി ഇവരെ വിശ്വസിക്കാൻ കൊള്ളുകയല്ല. നമുക്കിനി മറ്റൊരു ആയത്ത് നോക്കാം. സൂറ 8:25. ഒരു പരീക്ഷണം വരുന്നത്, പരീക്ഷണം ബ്രാക്കറ്റിൽ ശിക്ഷ എന്നുണ്ട്, അത് വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടാവുകയില്ല. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. സൂറ 8:25. അപ്പൊ ഇവിടെ മലക്ക് പറഞ്ഞിരിക്കുന്നത് അക്രമികളായ കുറച്ചാളുകൾ ചെയ്യുന്ന തെറ്റിന് അള്ളാഹു ശിക്ഷ അയക്കുമ്പോൾ ആ ശിക്ഷയാൽ ബാധിക്കപ്പെടുന്നത് ആ തെറ്റ് ചെയ്ത അക്രമികൾ മാത്രമായിരിക്കില്ല എന്നാണ്. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്തെ കുറച്ച് അക്രമികൾ ചെയ്ത തെറ്റിന് ശിക്ഷയായി അള്ളാഹു ആ പ്രദേശത്ത് കൊടുങ്കാറ്റടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റടിപ്പിക്കുകയാണെന്ന് വയ്ക്കുക. അതല്ലെങ്കിൽ ആ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇനി അതും അല്ലെങ്കിൽ അവിടെ സുനാമി അടിപ്പിച്ചെന്ന് വയ്ക്കുക. എന്തെങ്കിലും ആകട്ടെ, ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ അവിടെയുള്ള ജനങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ ചെയ്ത തെറ്റിനാണ് അള്ളാഹു ഈ ശിക്ഷ അയക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഈ ശിക്ഷയാൽ ബാധിക്കപ്പെടുന്നത് അക്രമം പ്രവർത്തിച്ച കുറച്ച് ആളുകൾക്ക് മാത്രമല്ലല്ലോ, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും അത് ബാധിക്കും. മനസ്സിലായോ? അതായത് ഈ കുറച്ചുപേര് ചെയ്ത പാപത്തിന്റെ ഭാരം, അതിന്റെ ശിക്ഷ മറ്റുള്ള ഭൂരിപക്ഷം പേരും വഹിക്കേണ്ടി വരികയാണ്. അതാണ് സൂറ 8:25 പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെയും മലക്ക് പറയുന്നത് എന്താണ്? പാപികളായ മനുഷ്യർക്ക് മറ്റ് മനുഷ്യരുടെ പാപഭാരം വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും അന്ധമായ ക്രിസ്തുവിരോധം പുലർത്തുന്ന, സുവിശേഷ വിരോധം പുലർത്തുന്ന ഇന്നത്തെ ദാവാക്കാര് പറയുന്നത് പാപം ചെയ്തിട്ടില്ലാത്ത, പാപമറിഞ്ഞിട്ടില്ലാത്ത, പാപമേ ഇല്ലാത്ത യേശു ക്രിസ്തുവിന് പാപികളായ മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ കഴിയുകയില്ല എന്നാണ്. ഇവരൊക്കെ ഇനി എന്നാണ് ഖുർആനായത്തുകളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ പോകുന്നത്? വലിയ വലിയ ഇസ്ലാമിക പണ്ഡിതന്മാരായി നടക്കുന്ന ഇവർക്കൊക്കെ ഖുർആനായത്തുകളുടെ അർത്ഥം ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത്. വെറുതെ അല്ല ഖുർആനിലെ മലക്ക് മുഹമ്മദിനോട് പറഞ്ഞത്, ഞാൻ അവതരിപ്പിച്ചു തരുന്നതിനെ കുറിച്ച് നിനക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനികളോട് ചോദിച്ചു പഠിച്ചോന്ന് സൂറ 10:96 പറയുന്നുണ്ടല്ലോ. അത് വെറുതെ അല്ല പറഞ്ഞത്, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മുഹമ്മദിന് പോലും എന്റെ സംശയം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളോട് ചോദിച്ചു പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ദാവാക്കാരെയും ഉസ്താദുമാരെയും ഒക്കെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് കൂടുതലാണ്. കാരണം അവരുടെയൊക്കെ തലതൊട്ടപ്പനായിരിക്കുന്ന മുഹമ്മദിനെ വരെ പഠിപ്പിക്കാൻ ക്രിസ്ത്യാനികളെയാണ് ഖുർആൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ മുസ്ലിങ്ങളെയൊക്കെ എത്ര അധികം ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ആയത്തുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അർത്ഥസഹിതം നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഹദീസുകൾ, ഖുർആൻ മാത്രമല്ലല്ലോ, ഹദീസുകൾ നോക്കാം. ഹദീസുകളിൽ സ്വഹീഹുൽ ബുഖാരി അധ്യായം 88 ഹദീസ് നമ്പർ 2113 CN അഹമ്മദ് മൗലവിയുടെ തർജ്ജമ. ഇബ്നു ഉമർ പറയുന്നു, തിരുമേനി അരുളി, അള്ളാഹു ഒരു ജനതയെ ശിക്ഷിക്കുന്ന പക്ഷം ആ ശിക്ഷ അവരിലുള്ള സദ്വൃത്തരും ദുർവൃത്തരുമായ എല്ലാവരെയും ബാധിക്കും. പിന്നീട് അവരിൽ ഓരോരുത്തരെയും തങ്ങളുടെ കർമ്മങ്ങളോടെ പുനരുദ്ധാന ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വഹീഹുൽ ബുഖാരി അധ്യായം 88 ഹദീസ് നമ്പർ 2113.
അപ്പൊ ഈ ഹദീസ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട സൂറ 8:25 ഉണ്ടല്ലോ, അതായത് ഒരു പരീക്ഷണം അല്ലെങ്കിൽ ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടാവുകയില്ല, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാന്ന് പറയുന്ന ആയത്ത് സൂറ 8:25. അതിന്റെ വിശദീകരണമാണ് ഈ ഹദീസ്. വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്, അള്ളാഹു ഒരു ജനതയെ ശിക്ഷിക്കുന്ന പക്ഷം ആ ശിക്ഷ അവരിലുള്ള സദ്വൃത്തരും ദുർവൃത്തരുമായ എല്ലാവരെയും ബാധിക്കുമെന്ന്. ഈ ദുർവൃത്തരെ അവർ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷിക്കുന്നു, ആ ശിക്ഷ അവരെ ബാധിക്കുന്നു പറയാൻ നമുക്ക് മനസ്സിലാകും, എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സദ്വൃത്തരെയോ, അവരെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? സദ്വൃത്തരെന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റൊന്നും ചെയ്യാതെ നടക്കുന്ന ആളുകൾ എന്നുള്ളതാണല്ലോ. അവരൊരു പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഡീസന്റ് ആയിട്ട് നടക്കുന്ന ആളുകളാണ്. അവർക്കും ശിക്ഷ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ ചെയ്ത തെറ്റിന്, മറ്റുള്ളവർ ചെയ്ത പാപത്തിന് ഇവർക്കും ശിക്ഷ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഇവര് വഹിക്കേണ്ടി വരികയാണ്. അപ്പൊ ഇവരുടെ സ്വന്തം പ്രമാണമായ ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ ഇവിടെയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, മറ്റുള്ള ആളുകൾ, വേറെ ആളുകൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ മറ്റു മനുഷ്യർക്ക്, പാപികളായ മനുഷ്യർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ പ്രമാണം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ സുവിശേഷം പറയുമ്പോൾ ഇവന്മാരെ എതിർക്കും. യേശുക്രിസ്തു മറ്റു മനുഷ്യരുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു എന്നുള്ള സുവിശേഷം നമ്മൾ പറയുമ്പോൾ ആ സത്യം ഇത് അംഗീകരിക്കാൻ ഇസ്ലാമിക പണ്ഡിതമന്യന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രയാസമാണ്. അത് നടക്കുകയില്ല, അത് നടക്കുകയില്ല എന്ന് പറയും. എന്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുകയില്ല? നിങ്ങളുടെ കിതാബിനകത്ത് പോലും എഴുതി വെച്ചിട്ടുണ്ട്, പാപികളായ മനുഷ്യർക്ക് പോലും, സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും മറ്റു പാപികളായ മനുഷ്യരുടെ ശിക്ഷ, അവരുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ പറ്റും, ആ പാപത്തിന്റെ ഭാരം വഹിക്കാൻ പറ്റും എന്ന് എഴുതി വെച്ചിരിക്കെ പാപമില്ലാത്ത പരിശുദ്ധനായ യേശുക്രിസ്തുവിന് മാത്രം അത് പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാവാക്കാരെ? ഇനി വേറൊരു ഹദീസ് നമുക്ക് നോക്കാം. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 51. ഇത് നിങ്ങൾ sunna.com പോയി കഴിഞ്ഞാൽ sunna.com 2767 ഹദീസാണ്. അബൂ ബുർദ തന്റെ പിതാവിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരും, എന്നിട്ട് അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കും, അവ ക്രിസ്ത്യാനികളുടെയോ ജൂതരുടെയോ മേൽ വെക്കും. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 51. മുസ്ലിങ്ങളുടെ പർവ്വതം പോലുള്ള പാപങ്ങൾ പോലും ഏറ്റെടുക്കാൻ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും കഴിയുമെന്നാണ് ഈ ഹദീസിൽ മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത്. തങ്ങൾ പാപികളല്ല എന്ന് ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒരിക്കലും വാദിക്കുന്നില്ല. പാപമില്ലാത്തവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് ക്രിസ്ത്യാനികളും യഹൂദന്മാരും പറയുന്നത്. അപ്പോൾ പാപികളായ ക്രിസ്ത്യാനികൾക്കും പാപികളായ യഹൂദന്മാർക്കും പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരുന്ന മഹാപാപികളായ മുസ്ലിങ്ങളുടെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തുവിന് മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്ന നുണ എന്തിനാണ് ഈ ദാവാക്കാർ പിന്നെയും പിന്നെയും പ്രചരിപ്പിക്കുന്നത്? മറ്റു മുസ്ലിങ്ങളെയും തങ്ങളോടുകൂടെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇവർക്കില്ല. ഇവർക്കറിയാം തങ്ങൾ എന്തായാലും നരകത്തിലേക്ക് പോകും, കാരണം തങ്ങൾ സുവിശേഷം വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സുവിശേഷത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കേണ്ടി വരും. ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജഡികാസക്തി അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. മാത്രമല്ല, എങ്ങാനും സുബർക്കത്തിൽ എത്തിപ്പെട്ടാൽ, അള്ളാന്റെ സുബർക്കത്തിൽ എത്തിപ്പെട്ടാൽ ഇവിടത്തെ പോലെ തന്നെ അവിടെയും പെണ്ണും പടക്കോഴിയും ഒക്കെ കിട്ടും ഇഷ്ടം പോലെ. എന്നാൽ ക്രിസ്ത്യാനികളുടെ സ്വർഗത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ കല്യാണം കഴിക്കുന്നില്ല, കല്യാണത്തിന് കൊടുക്കുന്നുമില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ അള്ളാന്റെ സ്വർഗത്തിൽ തന്നെ പോകണം. ക്രിസ്ത്യാനികളുടെ സ്വർഗം നമുക്ക് വേണ്ടേ വേണ്ടാന്ന് വിചാരിച്ച് നടക്കുന്നവരായിവര്, അതിനേക്കാൾ നരകത്തിൽ പോകുന്നത്, അങ്ങനെ അവര് ചിന്ത. അപ്പൊ അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും നരകത്തിലേക്കാണ്, ബാക്കിയുള്ള മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ പോരട്ടെ, അവര് ഒരു കാരണവശാലും പാപമോചനം പ്രാപിച്ച് ആത്മരക്ഷ നേടി ക്രിസ്ത്യാനികളുടെ സ്വർഗത്തിലേക്ക് പോകരുത്, ഇങ്ങനെ ചിന്തിക്കുന്നവരെ അവര്. അതുകൊണ്ടാണ് ഈ കള്ളപ്രചരണങ്ങൾ ഇവർ പിന്നെയും നടത്തുന്നത്. അപ്പൊ മുസ്ലിം സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവരുടെ കള്ളപ്രചരണങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ഇവരെയൊക്കെ ഒഴിഞ്ഞിരിക്കാൻ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മുസ്ലിം സ്നേഹിതന്മാരെയും ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇവർ നിങ്ങളെ നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി വേറെ ഹദീസ്, ചില ഹദീസുകൾ. ആയിഷ പറയുന്നു, ഇബ്നു ഹാരിസത്ത്, ജാഫർ, ഇബ്നു റവാഹ എന്നിവരുടെ മരണവൃത്താന്തം എത്തിയപ്പോൾ തിരുമേനി ദുഃഖിതനായി. ഞാൻ വാതിലിന്റെ വിടവിലൂടെ അവിടത്തെ നോക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഒരാൾ തിരുമേനിയുടെ അടുക്കൽ വന്നിട്ട് ജാഫറിന്റെ ഭാര്യയെപ്പറ്റിയും അവരുടെ കരച്ചിലിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ അവരെ അതിൽ നിന്ന് തടയാൻ തിരുമേനി കൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചുപോയി കുറച്ചു കഴിഞ്ഞ ശേഷം മടങ്ങി വന്നു. അവർ അദ്ദേഹത്തെ അനുസരിക്കുന്നില്ലെന്ന് തിരുമേനിയെ അറിയിച്ചു. അവരെ അതിൽ നിന്ന് തടയാൻ വീണ്ടും തിരുമേനി കൽപ്പിച്ചു. അദ്ദേഹം പോയി 3-ാം പ്രാവശ്യവും മടങ്ങി വന്നു പറഞ്ഞു, ദൈവദൂതരെ, ആ സ്ത്രീകൾ ഞങ്ങൾ പറയുന്നത് കൂട്ടാക്കുന്നില്ല.
അവരുടെ വായിൽ കുറെ മണ്ണ് വാരിയിടുക എന്ന് തിരുമേനി അരുളിയതായി ആയിഷ പറയുന്നു. സഹീഹുൽ ബുഖാരി അധ്യായം 23 ഹദീസ് നമ്പർ 636. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ വായിക്കാം. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 30. സുന്ന.കോമിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 935 സുന്ന.കോമിൽ ചെന്ന് സ്വഹീഹ് മുസ്ലിമിന്റെ 935 ഹദീസ്. ആയിഷ നിവേദനം: സയ്യിദ് ബിനു ഹാരിസ്, ജാഫർ ബിനു അബി ത്വാലിബ്, അബ്ദുല്ലാഹിബിനു റവാഹ എന്നിവരുടെ മരണവൃത്താന്തം നബിക്ക് എത്തിയപ്പോൾ അദ്ദേഹം ദുഃഖിതനായി ഇരിക്കുകയുണ്ടായി. ആയിഷ പറയുന്നു, ഞാൻ വാതിലിന്റെ വിടവിലൂടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, ജാഫറിന്റെ സ്ത്രീകൾ കരയുന്നുണ്ട് എന്ന വിവരം പറഞ്ഞു. അപ്പോൾ നബി അദ്ദേഹത്തോട് പോകുവാനും അവരെ അതിൽ നിന്ന് തടയുവാനും കൽപ്പിച്ചു. ഉടനെ അദ്ദേഹം പോയി. വീണ്ടും അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ അദ്ദേഹത്തെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതും അദ്ദേഹത്തോട്, നീ പോയി അവരെ തടയുക എന്ന് നബി കൽപ്പിച്ചു. അപ്പോഴും അദ്ദേഹം പോയി. പിന്നെയും അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹുവാണ് സത്യം, തീർച്ചയായും അവർ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവർ കരച്ചിൽ നിർത്തുന്നില്ല ബ്രാക്കറ്റിൽ. ആയിഷ പറയുന്നു, അപ്പോൾ നബി പറഞ്ഞു, നീ പോയി അവരുടെ വായിൽ മണ്ണ് വാരിയിടുക. ആയിഷ പറയുന്നു, അപ്പോൾ ഞാൻ നബി അയച്ച ആ മനുഷ്യനോട് പറഞ്ഞു, നീ കൊള്ളരുതാത്തവൻ തന്നെ, അള്ളാഹുവാണ് സത്യം, നബി നിന്നോട് കൽപ്പിച്ച കാര്യം വേണ്ടവണ്ണം ചെയ്യാതെ അവിടുത്തെ നീ വിഷമിപ്പിച്ചിരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 30. അതായത് നബി നിന്നോട് കൽപ്പിച്ച കാര്യം വേണ്ടവണ്ണം ചെയ്യാതെ അവിടുത്തെ നീ വിഷമിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞത് വായിൽ മണ്ണ് വാരിടാനാണല്ലോ പറഞ്ഞത്. ഈ മനുഷ്യന് ഇത്തിരി മനസാക്ഷി ഉള്ളതുകൊണ്ട്, മുഹമ്മദിനെ പോലെയും മറ്റാൾക്കാരെ പോലെ അല്ലാതെ ഇത്തിരി മനസാക്ഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പുള്ളി വായിൽ മണ്ണ് വാരിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആയിഷ അവനെ ചീത്ത വിളിക്കുകയാണ്, നീ കൊള്ളരുതാത്തവനാണ്, നബി നിന്നോട് കൽപ്പിച്ച കാര്യം വേണ്ടവണ്ണം ചെയ്യാതെ അവിടുത്തെ നീ വിഷമിപ്പിച്ചിരിക്കുകയാണെന്ന്. കൊള്ളാം. അപ്പൊ എന്താണ് ഇങ്ങനെ ഈ മരിച്ചുപോയ ആളുകളുടെ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയപ്പോൾ അവരുടെ മയ്യത്തിന്റെ മുമ്പിലിരുന്ന് കരയുന്ന ആളുകളുടെ വായിൽ മണ്ണ് വാരിയിടാൻ മുഹമ്മദ് കൽപ്പിച്ചതെന്നറിയണ്ടേ? അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ വേറെയുണ്ട്. എന്നാൽ ഇവിടെ രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നുമല്ല, ഇതിന്റെ ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള തിയോളജിക്കലായിട്ടുള്ള റീസണാണ് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ വേറെ ചില ഹദീസുകൾ പരിശോധിക്കണം. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 16. സുന്ന.കോമിൽ 927 ഹദീസ്. അബ്ദുല്ലാഹിബ്നു ഉമർ നിവേദനം: ഉമറിന്റെ പേരിൽ ഹഫ്സ കരഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞു മകളെ നിർത്ത്, ബന്ധുക്കൾ കരഞ്ഞതിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നബി പറഞ്ഞത് നീ അറിഞ്ഞിട്ടില്ലേ? സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 16. അതായത് ഈ ഉമർ നമുക്കറിയാം കുത്തുകൊണ്ടാണ് മരിച്ചത്. ഉമറിന്റെ പള്ളിക്കുള്ളിലിട്ട് കുത്തുകയായിരുന്നു, കുത്തിയെങ്കിലും അപ്പൊ തന്നെ പുള്ളി തട്ടിപ്പോയില്ല, കുറച്ച് ദിവസം കൂടി കിടന്നിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ കുത്തുകൊണ്ട് ഇങ്ങനെ കുത്തുകൊണ്ടിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മകളാണ് ഹഫ്സ, മുഹമ്മദിന്റെ ഒരു ഭാര്യ. അപ്പൊ ഹഫ്സ വന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമർ പറയുകയാണ്, ആരെങ്കിലും ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചതിന്റെ പേരിൽ കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒറ്റ പ്രാവശ്യമല്ല, ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. അടുത്തത് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 17. തൊട്ടടുത്ത ഹദീസ്. ഉമർ നിവേദനം: നബി പറഞ്ഞു, കുടുംബത്തിന്റെയും മറ്റും വിലപിച്ചുള്ള കരച്ചിൽ കാരണം മയ്യത്ത് ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇനി അടുത്തത് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 18. ഇബ്നു ഉമർ നിവേദനം: ഉമറിന് കഠാരി കൊണ്ടുള്ള കുത്തേറ്റ് ബോധരഹിതനായപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ പേരിൽ ഉച്ചത്തിൽ അട്ടഹസിച്ചു കരഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർ കരയുന്നത് നിമിത്തം മയ്യത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നബി പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇനി അടുത്ത് 19, അതായത് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 19. അബൂ ബുർദ തന്റെ പിതാവിൽ നിന്നും നിവേദനം: ഉമറിന് ആപത്ത് ബാധിച്ചപ്പോൾ, അതായത് കുത്തേറ്റപ്പോൾ സുഹൈബ് ഹാ സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ സുഹൈബ്, ജീവിച്ചിരിക്കുന്നവന്റെ കരച്ചിൽ നിമിത്തം മയ്യത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നബി പറഞ്ഞത് താങ്കൾക്കറിയില്ലേ? ഇനി സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 21. അനസ് നിവേദനം: ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്തേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഹഫ്സ വിലപിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഹഫ്സ, ആർക്കു വേണ്ടി വിലപിക്കപ്പെട്ടുവോ അയാൾ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? സുഹൈബും അദ്ദേഹത്തിന്റെ പേരിൽ വിലപിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, ഹേ സുഹൈബ്, വിലപിക്കപ്പെടുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്ന് നിനക്കറിയില്ലേ? അതായത് വിലപിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്നല്ല, വിലപിക്കപ്പെടുന്നവൻ, അതായത് ആരെ ചൊല്ലിയാണോ വിലപിച്ചിരിക്കുന്നത് അവൻ ശിക്ഷിക്കപ്പെടുകയാണ്.
അടുത്ത ഹദീസ് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 24. അബ്ദുല്ലാഹിബ്നു ഉമർ നിവേദനം, നബി പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവന്റെ കരച്ചിൽ കാരണം മയ്യത്ത് ഖബറിൽ ശിക്ഷിക്കപ്പെടും. ഇനി അടുത്തത് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 28. അലി ഇബ്നു റബീ നിവേദനം, കൂഫയിൽ ആദ്യമായി വിലപിച്ചു കരഞ്ഞത് ഗർളത്ത് ഇബ്നു കഅബിന്റെ പേരിലാണ്. അപ്പോൾ മുഗീറത്ത് ഇബ്നു ശുബ പറഞ്ഞു, നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ആർക്കു വേണ്ടിയെങ്കിലും വിലപിക്കപ്പെട്ടാൽ വിലപിക്കപ്പെട്ടതിന്റെ പേരിൽ പുനരുദ്ധാന നാളിൽ അവൻ ശിക്ഷിക്കപ്പെടും. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 28. അപ്പൊ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, പുനരുദ്ധാന നാളിൽ ശിക്ഷിക്കപ്പെടും. ആരാണ് ശിക്ഷിക്കപ്പെടുന്നത്? മരിച്ചുപോയ ആള്. എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു? ബന്ധുക്കൾ, ജീവനോടിരിക്കുന്ന ബന്ധുക്കൾ ഇയാൾക്ക് വേണ്ടി കരഞ്ഞാൽ, അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് കരഞ്ഞവരല്ല, പിന്നെ ആരാണ്? മരിച്ചുപോയ ആള്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ മരിച്ചുപോയ വ്യക്തികൾ ഖബറിൽ വെച്ചും പിന്നെ പുനരുദ്ധാന നാളിൽ ശിക്ഷിക്കപ്പെടരുത് എന്നും വിചാരിച്ചിട്ടാണ് മുഹമ്മദ് പറഞ്ഞത് എന്ത് ചെയ്തത്? അവരുടെ വായയിൽ മണ്ണ് വാരിയിടാൻ പറഞ്ഞു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വായയിൽ മണ്ണ് വാരിയിടാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജീവനോടിരിക്കുന്ന ആളുകൾ കരഞ്ഞതിന്റെ പേരിൽ അവർ ചെയ്തത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പാപമാണ് കേട്ടോ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പേരിൽ ബന്ധുക്കാരെങ്ങാനും വിലപിച്ച് കരയുന്നത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ മഹാപാപമാണ്. ഖബറിലും ശിക്ഷ കിട്ടും, പുനരുദ്ധാന നാളിലും ശിക്ഷ കിട്ടുന്ന അത്ര വലിയൊരു പാപമാണത്. പക്ഷെ ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? പാപം ചെയ്തവരല്ല, പിന്നെ ആരാണ്? മരിച്ചുപോയ മനുഷ്യരാണ്. നിങ്ങളത് ചിന്തിച്ചു നോക്കണം. മയ്യത്തിന്റെ മുമ്പിലിരുന്ന് വിലപിച്ചവരെയല്ല ശിക്ഷിക്കുന്നത്, വിലപിക്കപ്പെട്ട മയ്യത്തിനെയാണ് ശിക്ഷിക്കുന്നതെന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് പറയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർ ചെയ്ത പാപം ഏറ്റെടുക്കാൻ മരിച്ചുപോയവർക്ക് പോലും കഴിയും എന്ന് മുഹമ്മദ് വളരെ വ്യക്തമായി പഠിപ്പിച്ച ഹദീസുകളാണിത്. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ചെയ്ത പാപം ജീവിച്ചിരിക്കുന്ന മറ്റാരെങ്കിലും ഏറ്റെടുക്കുന്ന കാര്യമല്ല ഇത് പറയുന്നത്. അത് നമ്മൾ ഇതിനേക്കാളും മുമ്പ് ഖുർആൻ ആയത്തുകൾ ഹദീസുകൾ ഇഷ്ടം പോലെ കണ്ടു. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ മറ്റവരെയും ശിക്ഷിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ചെയ്ത പാപം മരിച്ചുപോയവർക്ക് പോലും ഏറ്റെടുക്കാൻ പറ്റും. അവർ അനുഭവിക്കേണ്ടി വരികയാണ്. ജീവിച്ചിരുന്നവർ കരഞ്ഞു കഴിഞ്ഞാൽ, മയ്യത്തിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ മരിച്ചുപോയ ആൾക്കാരാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത്ര വ്യക്തമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാൾ ചെയ്ത പാപം ജീവിച്ചിരിക്കുന്നവർക്കും ഏറ്റെടുക്കാൻ പറ്റും, മരിച്ചുപോയവർക്കും ഏറ്റെടുക്കാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പഠിപ്പിച്ച ഈ ഹദീസുകൾ ഉണ്ടായിരിക്കെ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരാളുടെ പാപം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ദാവാക്കാർ പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം പ്രമാണങ്ങളെ പോലും തള്ളിക്കൊണ്ട് സുവിശേഷത്തിനെതിരായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത്? ഖുർആനിലും ഹദീസുകളിലുമുള്ള ഈ കാര്യങ്ങൾ, അതായത് ഒരാളുടെ പാപം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള ഈ പഠിപ്പിക്കലുകൾ, ഖുർആനിലും ഹദീസുകളും വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്ന ഈ പഠിപ്പിക്കലുകൾ, ഇത് നിങ്ങൾ അറബി അർത്ഥമറിയാത്ത മുസ്ലിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും സുവിശേഷം കേട്ട് അതിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ വേറെ എന്ത് കാരണമാണ്? വേറെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളിങ്ങനെ സ്വന്തം പ്രമാണത്തിനെതിരായിട്ട് സുവിശേഷത്തിനെതിരെ നിൽക്കുന്നത്? നിങ്ങൾ പിശാചിന്റെ ഏജന്റുമാരല്ലേ ദാവാക്കാരെ, മദ്രസ ഉസ്താദുമാരെ? നിങ്ങളൊക്കെ വാസ്തവത്തിൽ പിശാചിന്റെ ഏജന്റുമാരായിട്ടല്ലേ ഇരിക്കുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട്, ആ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പിശാചിന് വേണ്ടി പണിയെടുത്ത് ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിച്ച് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറയാണ് ഏതെങ്കിലും മനുഷ്യർക്ക് മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് ഇത് തന്നെ ഹദീസിൽ പറഞ്ഞു. മുഹമ്മദ് ഇത്തിരി കൂടി കയറ്റി പറഞ്ഞു, മരിച്ചുപോയവർക്ക് പോലും ജീവിച്ചിരിക്കുന്നവരുടെ പാപം ഏറ്റെടുക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിന് മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ പിശാചിന്റെ ഏജന്റുമാരാണ്. സുവിശേഷത്തിന്റെ ശത്രുക്കളായിട്ട്, സുവിശേഷ വിരോധികളായി പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് നിങ്ങൾ. ഈ ലോകത്തുള്ള സകല ദാവാക്കാരും മദ്രസ ഉസ്താദുമാരും ഒക്കെ അങ്ങനെ പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവർ തന്നെയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയണം. ക്രിസ്ത്യാനികൾ പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ, അതിൽ വസ്തുതയുണ്ട്, സത്യമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളുടെ പാപം ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് അള്ളാഹുവും മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ പറയുന്നത് സത്യമാണ്. അവരുടെ ദൈവം
യേശു ക്രിസ്തു പാപമില്ലാത്ത പരിശുദ്ധനായി അവർ വിശ്വസിക്കുന്ന, ബൈബിൾ അങ്ങനെ വെളിപ്പെടുത്തുന്ന ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തു എന്ന് പറയുന്ന ആ പഠിപ്പിക്കലുകൾ, അത് ഖുർആനും ഹദീസുകളും അനുസരിച്ച് സത്യം തന്നെയാണെന്ന് തുറന്നു പറയേണ്ടവരല്ലേ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? കാരണം നിങ്ങൾ പിശാചിന്റെ പിണിയാളുകളായി നടക്കുന്നവരാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് വേറൊരു ഹദീസ് കൂടി നോക്കാം. ഒരാളുടെ പാപം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാൻ വേണ്ടി. ഇബ്നു മസൂദ് പറയുന്നു, തിരുമേനി അരുളി, ഏതൊരു മനുഷ്യൻ അക്രമമായി വധിക്കപ്പെടുമ്പോഴും ആ കുറ്റം ആദ്യം നടപ്പിൽ വരുത്തിയ ആദാമിന്റെ ആദ്യ സന്താനത്തിന് ആ കുറ്റത്തിൽ ഒരു പങ്ക് ലഭിക്കാതെ പോവുകയില്ല. കാരണം ഒന്നാമതായി കൊല നടപ്പിൽ വരുത്തിയത് അവനാണ്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1364, സി എൻ അഹമ്മദ് മൗലവിയുടെ തർജ്ജമ. ഈ ഹദീസിലും മുഹമ്മദ് പറയുന്നത് എന്താണ്? മറ്റു മനുഷ്യർ ചെയ്ത പാപത്തിന്റെ ഭാരം വേറൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഭൂമിയിൽ ആര് കൊലപാതകം എന്ന പാപം ചെയ്താലും ആ പാപത്തിന്റെ ഒരു പങ്ക്, അതിന്റെ ഒരു ഓഹരി ആദാമിന്റെ ആദ്യ സന്താനത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ കൊലപാതകികൾ ചെയ്യുന്ന പാപത്തിന്റെ ഭാരം ആദാമിന്റെ ആദ്യ സന്താനം, അതായത് കായേൻ ഏറ്റെടുക്കുകയാണ്. മനസ്സിലായോ? കായേൻ ഒരു പാപിയാണ്. പാപിയായ കായേന് പാപികളായ മറ്റുള്ളവരുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ ഹദീസിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപിയായ ഒരുത്തന്റെ പാപഭാരം പാപിയായ മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളതിന് ഇത്രമാത്രം തെളിവുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളപ്പോഴാണ് ഈ ദാവാക്കാർ പറയുന്നത്, പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തുവിന് പാപികളായ മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ കഴിയുകയില്ല, അത് ഖുർആന്റെയും ഹദീസുകളുടെയും അധ്യാപനത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന്. മനസ്സിലാകാത്ത അറബി ഭാഷയിൽ ഈ ഖുർആനും ഹദീസുകളും വായിക്കുന്നത് കൊണ്ടാണ് ഇവരിൽ കുറെ പേര് തെറ്റിപ്പോകുന്നത്. ഇവർക്ക് അർത്ഥം അറിയില്ല, ചുമ്മാ അറബി വായിക്കാൻ അറിയാമെന്നല്ലാതെ അർത്ഥം അറിയില്ല. അതുകൊണ്ട് കുറെ പേര് അങ്ങനെ തെറ്റിപ്പോകുന്നവരാണ്. ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലാകുന്ന മാതൃഭാഷയിൽ ഈ പുസ്തകങ്ങൾ ഇവർ വെറുതെ ഒന്ന് ഓടിച്ച് വായിച്ചിരുന്നെങ്കിൽ ഈ ജാതി വിഡ്ഢിത്തരങ്ങൾ ഇവർ പറയില്ലായിരുന്നു. ഇവര് പറയുന്നുണ്ടല്ലോ, ഇത് ഖുർആനും ഹദീസുകളൊന്നും സമ്മതിക്കുന്നില്ല, ഒരാൾക്കും മറ്റൊരാളുടെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ലെന്നാണ് ഖുർആനും ഹദീസുകളും പറയുന്നതെന്ന് പറഞ്ഞവന്മാർ വരുന്നുണ്ടല്ലോ. അതങ്ങനെയല്ല, നേരെ തിരിച്ചാണ് ഖുർആനും ഹദീസുകളും പറയുന്നത്. ഇനി വേറെ കൂട്ടരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിലും ഈ ഇന്നോവ ഉസ്താദിനെ പോലെയൊക്കെ ജഡമോഹങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരായതിനാൽ അത് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ സത്യങ്ങൾ അവർ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ? ഈ ഇന്നോവ ഉസ്താദിന്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അതുപോലെ കുറെ ഉസ്താദുമാരുണ്ടല്ലോ, അവർക്ക് ഈ ജഡത്തിന്റെ ഇച്ഛകളനുസരിച്ച് അങ്ങനെ ജീവിക്കാനാണ് അവരൊക്കെ ആഗ്രഹം. അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. അപ്പൊ അതിന് കുറെ ആളുകൾ, സ്വന്തം മതത്തിൽ എത്ര ആളുകൾ കൂടുതലുണ്ടാവുന്നോ എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചൂഷണത്തിനുള്ള കൂടുതൽ അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആളുകൾ ഇസ്ലാം മതം വിട്ട് മറ്റു മതങ്ങളിലേക്ക് പോകരുത്, മതങ്ങളിലേക്കോ അല്ലെങ്കിൽ മതരഹിതരായിട്ടോ ഒന്നും പോകരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഈ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഇവരെ പിടിച്ചു നിർത്തുകയാണ്. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ ദാവാക്കാരുടെയും ഉസ്താദുമാരുടെയൊക്കെ വാക്കുകൾ കേട്ട് നരകത്തിലേക്ക് പോകരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നിങ്ങളോട് പിന്നെയും പിന്നെയും പറയുന്നത്. ഞങ്ങൾ പറയുന്ന സുവിശേഷം ഇത് മാനുഷിക ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ഒരിക്കലും മാനുഷിക ബുദ്ധിയിൽ ഇങ്ങനെയൊരു കാര്യം ഉത്ഭവിക്കുകയുമില്ല. തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നല്ലാതെ തെറ്റ് ചെയ്തവർക്ക് പകരമായി തെറ്റ് ചെയ്യാത്ത മറ്റൊരാൾ ശിക്ഷിക്കപ്പെടണമെന്ന് ഏത് മനുഷ്യന്റെ ബുദ്ധിയിലാണ് വരിക? ഏത് മനുഷ്യനാ അങ്ങനെ പറയുക? ഒരാളും പറയില്ല. പക്ഷെ സുവിശേഷം പറയുന്നത് ആ കാര്യമാണ്. അങ്ങനെയാ പറയുന്നത്. മനുഷ്യർ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ പാപം ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കാതൽ. ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു കാര്യം ഇത് ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ വരികയില്ല, ഒരു മനുഷ്യന്റെയും ചിന്തയിൽ വരികയില്ല. പാപപരിഹാരത്തിന് വേണ്ടിയുള്ള മനുഷ്യരുടെ ചിന്തകളിൽ പല പദ്ധതികളും വന്നിട്ടുണ്ട്. ലോകത്ത് ആരംഭകാലം മുതലേ ഉള്ള മനുഷ്യർ ഈ പാപം എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇസ്ലാമിൽ മാത്രമാണ് അത് വലിയ പ്രശ്നമില്ലാത്തത്. ബാക്കിയുള്ളിടത്തെല്ലാം ഈ പാപം എന്ന് പറയുന്ന സംഗതി ഒരു വലിയ ഫിലോസഫിക്കൽ പ്രോബ്ലമായിട്ടാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് ഇതിനെന്താണ് പരിഹാരം എന്ന് വിചാരിച്ചിട്ട് പല പല പാപപരിഹാര മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി നേർച്ച നേരുക എന്നുള്ളത്, ദാനധർമ്മങ്ങൾ നടത്തുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, പിന്നെ ഇസ്ലാമിനകത്ത് പിശാചിനെ കല്ലെറിയുക, ഇങ്ങനെയൊക്കെയുള്ള പല പല പദ്ധതികളും മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉരുവായി വന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യർ ചെയ്ത പാപത്തിന് പകരമായിട്ട് മറ്റൊരാൾ ശിക്ഷ അനുഭവിച്ച് മനുഷ്യരെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള പദ്ധതി ഒരു മനുഷ്യന്റെയും ഉള്ളിൽ തോന്നിയിട്ടില്ല, തോന്നുകയുമില്ല. സാമാന്യ ബുദ്ധിയിൽ ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ തോന്നുന്ന കാര്യമല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഇങ്ങനെ ഒരുത്തന്റെ മനുഷ്യൻ തോന്നുകയില്ല ഇത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പൊ ഒരു രാജാവ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പ്രദേശത്ത് ഒരു രാജാവ്. അപ്പൊ ആ രാജാവ് അവിടുത്തെ അദ്ദേഹത്തിന്റെ ആ രാജ്യത്തിനകത്ത് ഒരു ഗ്രാമത്തിലുള്ളവരല്ല ഈ രാജാവിനെതിരെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാണ്, രാജ്യദ്രോഹ കുറ്റമോ എന്തോ ആകട്ടെ, തെറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഗ്രാമവാസികളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി രാജാവ് ഉത്തരവിടുന്നു. പക്ഷെ അയൽ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഇവരോടുള്ള സഹതാപവും സ്നേഹമൊക്കെ കാരണം കൊണ്ട് രാജാവിന്റെ അടുത്ത് പ്രതിനിധി സംഘത്തെ അയക്കുകയാണ്. ഇതിന്റെ എങ്ങനെയെങ്കിലും അവരുടെ ശിക്ഷ ഇത് ഇളവ് ചെയ്തു കൊടുക്കണം എന്നുള്ള ഇതിനു വേണ്ടി ഇവരെ കൊല്ലരുത്. അപ്പൊ രാജാവ് ചോദിക്കുകയാണ് അവരോട്, ശരി, ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടത്? ഇവർ തെറ്റ് ചെയ്തു, തെറ്റിന് ഇവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ പറയും, അവരെ നാട് കടത്തിക്കോ, അല്ലെങ്കിൽ അവരെ രാജാവിന്റെ അടിമകളാക്കി വെച്ചോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇത്ര വർഷത്തേക്ക് രാജാവിന് വേണ്ടി പണിയെടുക്കുന്ന ഒഴിവുവേലക്കാരാക്കി വെച്ചോ. പല പല അഭിപ്രായങ്ങളും വരും. അവരെ കൊല്ലരുത്, അതൊഴികെ വേറെ എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞ് പല അഭിപ്രായം വരും. പക്ഷെ ആരെങ്കിലും രാജാവിനോട് പറയോ, രാജാവേ, അങ്ങയുടെ പ്രജകളാണ്, അപ്പൊ അവർ ചെയ്ത കാര്യങ്ങൾക്ക് അങ്ങേക്കും ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്, അങ്ങയുടെ സംരക്ഷണത്തിലുള്ളവർ ചെയ്ത കാര്യങ്ങൾക്ക് അങ്ങേക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരെ ശിക്ഷിക്കേണ്ടതിന് പകരം അവർക്ക് പകരമായി ആ ശിക്ഷ അങ്ങ് ഏറ്റെടുക്കണമെന്ന് ആരെങ്കിലും, സുബോധമുള്ള ആരെങ്കിലും രാജാവിനോട് പറയോ? പറയില്ല, നമുക്കറിയാതെ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സുവിശേഷം മാനുഷിക ബുദ്ധിയിൽ നിന്ന് ഉരുവായി വന്നൊരു കാര്യമല്ല എന്ന് വെച്ച് ഇത് നാട്ടിൽ നടപ്പില്ലാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട കേട്ടോ. ഇത് നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരാൾ ചെയ്ത തെറ്റിന് അതിന് മറ്റൊരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശിക്ഷ വാങ്ങുന്നു എന്നുള്ളത് നാട്ടിൽ നടപ്പുള്ള കാര്യം തന്നെയാണ്. അതില്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പലരും കുട്ടിക്കാലത്ത് ക്രിക്കറ്റൊക്കെ കളിച്ച സമയത്ത് ഈ സിക്സൊക്കെ അടിച്ച് അയൽക്കാരൻ്റെ ജനല ചില്ല് പൊട്ടിക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ ഓട് പൊട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും നാശനഷ്ടങ്ങൾ, ക്രിക്കറ്റ് കളിച്ചിട്ട് തന്നെ വേണ്ട, എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അന്യർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുപ്പത്തിൽ വരുത്തി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് നിങ്ങൾ ചെയ്ത തെറ്റാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു നാശനഷ്ടം അവിടെ വന്നത്. അപ്പൊ ആ ജനൽ ചില്ല്, ഇപ്പൊ ക്രിക്കറ്റ് കളിയുടെ ഉദാഹരണം തന്നെ എടുക്കാം. ഈ ജനൽ ചില്ല് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഓട് പൊട്ടിയത് ഓട് മാറ്റി വെക്കണം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പ്രശ്നമായിരുന്നു. സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ വേണ്ടി ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുകൂടി ഫുട്ബോൾ കളിക്കുമായിരുന്നു. അപ്പോൾ ഓടിട്ട കെട്ടിടമാണ് സ്കൂൾ അന്നത്തെ. അപ്പോൾ പലപ്പോഴും ഓരോരുത്തരൊക്കെ ചേട്ടന്മാരൊക്കെ, ഞാനൊന്നുമല്ല, വലിയ ചേട്ടന്മാരൊക്കെ അവർ അടിക്കുന്ന സമയത്തുണ്ട് പന്തൊക്കെ പോയിട്ട് എത്ര പ്രാവശ്യം ഓട് പൊട്ടിയിട്ടെന്നറിയോ? ഓട് പൊട്ടും. അന്നേരം പിന്നെ അവരുടെ പിതാക്കന്മാരാണ് പരാതി വരുന്ന സമയത്തുണ്ട് വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വന്നിട്ട് അവരാണ് ഓട് മാറ്റി വയ്ക്കുന്നത്, ആ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഈ ക്രിക്കറ്റ് കളിച്ചിട്ട് ഇപ്പൊ ജനൽ ചില്ല് പൊട്ടുന്ന, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചിട്ട് ഇപ്പോൾ ഓട് പൊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തത് ഈ കുട്ടികളാണ്. പക്ഷെ അവരുടെ കയ്യിൽ പണമില്ല, ഇത് മാറ്റി വയ്ക്കാൻ കൊടുക്കാൻ പണമില്ല. അപ്പൊ പിന്നെ ആരാണ് അതിന് പണം കൊടുക്കുന്നത്? അവരുടെ പിതാവാണ്, അല്ലെങ്കിൽ രക്ഷാകർത്താവ്. അവരാണത് മാറ്റി വയ്ക്കാനുള്ള പണം കൊടുക്കുന്നത്. ആ രക്ഷാകർത്താവാണോ അത് പൊട്ടിച്ചത്? അല്ല, അത് പൊട്ടിച്ചത് മക്കളാണ്. പക്ഷെ അവർ ചെയ്ത തെറ്റിന് പിഴ കൊടുക്കേണ്ടി വന്നത് ആരാണ്? രക്ഷാകർത്താവാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുന്ന കാര്യമാണ്. ഇനി കുട്ടികളായിരിക്കുമ്പോൾ മാത്രമല്ല, മുതിർന്നു കഴിഞ്ഞതിന് ശേഷവും ആളുകൾ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്തം അവരുടെ രക്ഷാകർത്താക്കൾ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിക്കാറുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നടന്നൊരു സംഭവം ഞാൻ വായിച്ചത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം. ഈ കാർ ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പൊ ജഡ്ജി ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ആരോപിക്കപ്പെട്ട കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പെൺകുട്ടി പറഞ്ഞു, ഉണ്ട്, ഞാൻ ചെയ്തു പോയി. ഓക്കെ, അപ്പൊ ജഡ്ജി എന്ത് ചെയ്തു? പിഴ വിധിക്കുകയാണ്. $100, എത്ര ഡോളർ എന്നുള്ളത് മറന്ന്, $100 നിങ്ങൾ പിഴ അടയ്ക്കണം, ഫൈൻ അടയ്ക്കണം. ഇനി ഫൈൻ അടയ്ക്കാൻ നിങ്ങളിൽ പണമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതാണ് ജഡ്ജി വിധിച്ചത്. ഇത് ആ നിയമം അനുസരിച്ചാണ്, അവിടുത്തെ അവരുടെ നിയമപുസ്തകം അനുസരിച്ച് ആ നിയമത്തിലുള്ള കാര്യമാണ് ജഡ്ജി വിധിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് രസം. ജഡ്ജി എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത് വിധിച്ചതിന് ശേഷം താനിരിക്കുന്ന ആ ചേംബറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പിഴ അടയ്ക്കേണ്ടുന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് ജഡ്ജിയാണ് പിഴ അടയ്ക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജിയുടെ മകളാണ് ഈ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ട്രാഫിക് നിയമം ലംഘിച്ചതിന്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ പെൺകുട്ടി, അത് ജഡ്ജിയുടെ മകളാണ്. അപ്പൊ മകളാണെന്നും കരുതി ഇദ്ദേഹത്തിന് ഇവിടെ വെറുതെ വിടാൻ പറ്റുന്നില്ല. എന്റെ മോളാണ്, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ് വിടാൻ പറ്റുകയില്ല. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതിമാനല്ല, അയാൾ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. കാരണം അയാൾ അന്യായമാണ് കാണിക്കുന്നത് അവിടെ. അപ്പൊ അത് പറ്റുകയില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ശിക്ഷ വിധിച്ചു. ഇന്നതാണ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ. അപ്പൊ അത് ശിക്ഷ അദ്ദേഹം വിധിച്ചു.
എന്നാൽ അപ്പോൾ തന്നെ ഇയാൾ നീതിമാനായിരിക്കുന്ന പോലെ തന്നെ ഇയാൾ സ്നേഹവാനായ ഒരു പിതാവും കൂടിയാണ്. അപ്പോൾ സ്നേഹവാനായ പിതാവ് എന്നുള്ള നിലയിൽ അവളെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം, പിതാവ് എന്നുള്ള നിലയിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ തന്നെ സ്നേഹമുള്ളതുകൊണ്ട് ഇവൾ ജയിലിൽ പോകാനൊന്നും ഇടയാകരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ പിഴ, മകൾക്ക് വേണ്ടി ആ പിഴ അദ്ദേഹം തന്നെ അടച്ചു. അപ്പൊ ഇവിടെ ഇയാള് നീതിയും ന്യായവും നോക്കുന്ന ആളാണ്, അപ്പോൾ തന്നെ അയാൾ സ്നേഹവാനായ പിതാവാണ്. അയാളുടെ നീതിബോധത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല, സ്നേഹവാനായ പിതാവ് എന്നുള്ളതിനും ഒരു കോട്ടവും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് രണ്ടിനൊരു കോട്ടം വരാതിരിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്യാണ്? താൻ വിധിച്ച ആ ശിക്ഷ താൻ തന്നെ ഏറ്റെടുക്കുകയാണ്. എത്ര ഡോളറാണോ ഫൈൻ വിധിച്ചത് അത് അദ്ദേഹം തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അടയ്ക്കുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെ നീതിബോധമുള്ള ന്യായാധിപൻ എന്ന തന്റെ പദവിക്കും സ്നേഹവാനായ പിതാവെന്ന തന്റെ പദവിക്കും ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ അദ്ദേഹം ആ പ്രശ്നം പരിഹരിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തിന് നഷ്ടം സഹിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ഡോളർ പോയി, നഷ്ടം സഹിക്കേണ്ടി വന്നു. പക്ഷെ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ആ പ്രശ്നത്തിന് അദ്ദേഹം ഒരു പരിഹാരം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞത് കുട്ടിക്കാലത്ത് മാത്രമല്ല, മുതിർന്നു കഴിഞ്ഞതിന് ശേഷവും മക്കളൊക്കെ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം പിതാക്കന്മാരെ ഏറ്റെടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം കൂടി, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവം കൂടി പറയാം. ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ നാട്ടിലുള്ള ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇന്ന ആളെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു തന്നെ. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ അതിസമ്പന്നരായിരുന്ന ഒരു കുടുംബമുണ്ട്. അതിസമ്പന്നരെന്ന് പറഞ്ഞാൽ മഹാസമ്പന്നരായിരുന്നവർ. അപ്പോൾ ആ കുടുംബത്തിലെ ഒരു മകൻ ധാരാളി എന്ന് പറഞ്ഞ ധാരാളിത്തത്തിന്റെ അങ്ങേയറ്റമാണ്. ഞാൻ ഇത്രയും ധാരാളിയായ മനുഷ്യനെ, ഒരു വ്യക്തിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. പല യാത്ര എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പലയിടങ്ങളിൽ, ചുമ്മാ ഇങ്ങനെ യാത്ര ചെയ്യല്ല, പലയിടങ്ങളിലും വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ താമസിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും താമസിക്കുകയും പിന്നെ അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്തേക്ക്, അങ്ങനെയൊക്കെ ഒരു കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ അലഞ്ഞു നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാകാരനായിരുന്നു. അപ്പം അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഇങ്ങനെ അലഞ്ഞതിൻ്റെ ഇതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഇതിൽ ഞാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ ഒരു ധാരാളിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്നെക്കാളൊക്കെ വളരെ പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പം മരിച്ചുപോയി. ഈ 1970കളുടെ അവസാന കാലത്ത് ഈ ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊപ്പം ഉത്തരേന്ത്യയിലേക്ക് ടൂർ പോകാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കാശ് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അലമാരയിൽ കാശ് ഇരിപ്പുണ്ട്, നീ ഇഷ്ടമുള്ള നിനക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ എടുത്തിട്ട് പോയത് എത്രയാണെന്നറിയോ? 70,000 രൂപയാണ്. 1980 മുമ്പുള്ള ആ കാലത്ത് 70,000 രൂപ. അന്ന് ആ ഭാഗത്ത് ഒരു സെന്റ് ഭൂമിക്ക് 40 രൂപ 50 രൂപയേ ഉള്ളൂ ഒരു സെന്റ് ഭൂമിക്ക്. ആ സമയത്താണ് ഈ മനുഷ്യന് 70,000 രൂപ കൊണ്ടുപോയിട്ട് കൂട്ടുകാരോടൊപ്പം ആഘോഷമായി ദൂർത്തടിച്ച് കളഞ്ഞത്. അങ്ങനെ ഒരു മനുഷ്യൻ. ഇദ്ദേഹം ഈ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം, പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും ധാരാളമായ സാമ്പത്തിക ബാധ്യതകൾ പലപ്പോഴും വരുത്തി വെച്ചിരുന്നു. ഈ പിതാവ്, ഇവർ ഫാമിലി നല്ലൊരു ഫാമിലി ആയതുകൊണ്ട് പലയിടത്തുനിന്ന് ഇദ്ദേഹം കടം വാങ്ങും. ലക്ഷങ്ങൾ കൊടുക്കാൻ ആൾക്കാരുണ്ട് താനും. പക്ഷെ ഈ കടമൊക്കെ വീട്ടുന്നത് പിതാവാണ്. ഈ മനുഷ്യനെ ഇങ്ങനെ കാശ് ഒരിടത്തുനിന്ന് വാങ്ങുന്നു, പല വിധത്തിൽ ചെലവഴിക്കുന്നു. അച്ഛനാണ് അതെല്ലാം വീട്ടുന്നത്. ഈ കടം ഉണ്ടാക്കുന്നത് ഇയാളാണ്, പക്ഷെ അത് അടച്ചു വീട്ടുന്നത് പിതാവ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി. ഇതാണ് ധാർമ്മിക ഉത്തരവാദിത്തം അല്ലെങ്കിൽ മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട് ലോകത്ത്, മോറൽ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം മനുഷ്യരുടെയും ഉള്ളിലുള്ളൊരു സംഗതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 3ാമത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രി സ്ഥാനം രാജിവെക്കുകയാണുണ്ടായത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു ട്രെയിൻ അപകടമാണ്. ഏതാണ്ട് സർക്കാരിന്റെ കണക്കിൽ 142 പേര്, പക്ഷെ അതൊന്നുമല്ല, 250 മേലെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഡ്രൈവറുടെ, അന്ന് കൽക്കരി വണ്ടിയാണ്. അപ്പോൾ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പാലം കവിഞ്ഞ്, അരിയല്ലൂരിലെ പാലം കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ എഞ്ചിൻ ഡ്രൈവറും അതുപോലെ തന്നെ വേറെ ഫോർമാൻമാരുണ്ട്, ഈ കൽക്കരി കോരിയിടുന്ന ആളുകൾ, അവർ രണ്ടുപേരും അവർ ശ്രദ്ധിച്ചില്ലായിരുന്നു. മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഈ പാലം ഇത്രയും വെള്ളം ഒഴുകി പാലത്തിന്റെ തൂണുകളൊക്കെ അടിയിൽ നിന്ന് ഇത് പോയിരുന്നു. പിന്നെ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ കയറിയിരിക്കുന്ന ആരും ഒരു ശ്രദ്ധിച്ചില്ല, അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എഞ്ചിൻ കടന്ന് പകുതി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ പാലം തകർന്നു വീണു. ബാക്കിയുള്ള ബോഗികൾ വന്നു, അതിൽ വീണു. ധാരാളം പേര് ഒഴുകിപ്പോയി പല വിധത്തിലൊക്കെ. അപ്പോൾ സർക്കാരിന്റെ കണക്കിൽ 142 പേരാണ്, പക്ഷെ അത്രയൊന്നുമല്ല, അതിലും കൂടുതലുണ്ട്. അപ്പൊ ഇവരുടെ ഈ അതിനകത്തുള്ള എഞ്ചിൻ ഡ്രൈവറുടെയും ഫോർമാൻസിന്റെ രണ്ടുപേരുടെയും അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ച അപകടമാണത്. പക്ഷേ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഈ ലാൽ ബഹദൂർ ശാസ്ത്രി ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ഇദ്ദേഹമല്ലാട്ടോ ട്രെയിൻ ഓടിച്ചത്, അദ്ദേഹത്തിന്റെ പിഴവേ അല്ല,
പക്ഷെ തന്റെ കീഴിലുള്ള ആൾക്കാർക്ക് പറ്റിയ തെറ്റിന്റെ ഉത്തരവാദിത്തം ശാസ്ത്രി ഏറ്റെടുക്കുകയും രാജിവെക്കുകയും ചെയ്തു. പിന്നീട് അത്തരം ഒരു ധാർമ്മികത കാണിച്ചിട്ടുള്ളത് നിതീഷ് കുമാറാണ്. 1999 ആസാമിലുണ്ടായ ഗൈസാൽ ട്രെയിൻ ദുരന്തത്തിന്റെ പേരിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന നിതീഷ് കുമാർ റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നും പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ജോലിക്കാർ വരുത്തിയ തെറ്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരുടെ മുകളിലുള്ള ഒരു CEO വരെയുള്ള ആളുകൾ രാജിവെക്കാറുണ്ട്. അവരല്ല ചെയ്തത്, പക്ഷെ കീഴിലുള്ളവർ ചെയ്തു, അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ മനസ്സിനകത്ത് ധാർമ്മിക ബോധമുള്ള മനുഷ്യർ രാജിവെക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ഈ മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഈ പാപികളായ മനുഷ്യർക്ക് അവരുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ആളുകളുടെ, അവരുടെ കീഴിലുള്ള ആൾക്കാരുടെ, അത് ചിലപ്പോൾ മക്കളാകാം അല്ലെങ്കിൽ ജോലിക്കാരാകാം, ആരും ആകട്ടെ, അവരുടെ തെറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയും. അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും എനിക്ക് അതിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അതിന് എന്ത് പരിഹാരമാണോ അല്ലെങ്കിൽ എന്ത് പ്രായശ്ചിത്തമാണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം ശിക്ഷ ഏറ്റെടുക്കുന്നു. ഇപ്പൊ ഇവര് രാജിവെച്ച് ഇറങ്ങി പോകേണ്ട കാര്യമില്ല, പക്ഷെ അത് ചെയ്യാം. അപ്പൊ അത് അവരുടെ ധാർമ്മിക ബോധം അവരെ അതിന് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് അവർ ചെയ്യുന്നത്. പാപികളായ മനുഷ്യർക്ക് പോലും ആ ധാർമ്മിക ബോധമുണ്ട്. പക്ഷെ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിന് തന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ തെറ്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ല. അത്ര ഉന്നതമായ ധാർമ്മിക ബോധം ദൈവത്തിനില്ല എന്നാണ് ഈ ദാവാക്കാർ വാദിക്കുന്നതിന്റെ സാരം. അള്ളാഹുവിന് അങ്ങനെ ഒരു ധാർമ്മിക ബോധമൊന്നും ഇല്ല എന്നാണ് ദാവാക്കാരും മദ്രസ ഉസ്താദുമാരും വാദിക്കുന്നതെങ്കിൽ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എനിക്കതിൽ യാതൊരു എതിർപ്പുമില്ല. അള്ളാഹുവിന്റെ ധാർമ്മിക ബോധം അത്രയേ ഉള്ളൂ, അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ എല്ലാ ധാർമ്മികതയുടെയും പ്രഭവ കേന്ദ്രമായ സ്രഷ്ടാവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ സത്യദൈവത്തിന് തന്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമില്ല എന്നാണ് മുസ്ലിങ്ങളെ നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളോട് സഹതപിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കുട്ടിക്കാലത്തെ മദ്രസയിൽ വെച്ച് തന്നെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരായതുകൊണ്ടാണ് സത്യദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വികല ധാരണയുണ്ടായത്. ബൈബിളിലെ ദൈവം നീതിമാനുമാണ്, സ്നേഹവാനുമാണ്. നീതിമാൻ എന്ന നിലയിൽ ദൈവത്തിന് പാപത്തിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. സ്നേഹവാൻ എന്ന നിലയിൽ ആ ദൈവത്തിന് തന്റെ സൃഷ്ടികളെ നരകത്തിലേക്ക് വിട്ടുകൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം നീതിമാനായ ന്യായാധിപതി എന്ന നിലയിൽ പാപത്തിന് ശിക്ഷ വിധിക്കുകയും സ്നേഹവാനായ പിതാവ് എന്ന നിലയിൽ ആ ശിക്ഷ താൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തത്. നീതിമാനും സ്നേഹവാനുമായ ദൈവം എന്ന നിലയിൽ ദൈവം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. പാപമോചനത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരുടെ പാപമോചനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് മനുഷ്യരാണ്. മനുഷ്യന്റെ റോളാണ് ഇനി. അവനത് അംഗീകരിക്കാൻ തയ്യാറാകണം. ഞാനൊരു പാപിയാണെന്നും പാപത്തിന്റെ ശിക്ഷ നിത്യമരണമാണെന്നും അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചത് എന്നെ നരകത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയാണെന്നും മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റത് എന്നെ നീതീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കുകയും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിന്റെ നാഥനായി കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്നും ഏതൊരാൾ അവിടുത്തെ മുമ്പാകെ ഏറ്റുപറയുന്നുവോ അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് നിത്യജീവൻ ദാനമായി ലഭിക്കും, അവർ സ്വർഗത്തിന്റെ അവകാശികളായി തീരും. ഇതാണ് സുവിശേഷം. ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം ഇതാണ്. മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി മനുഷ്യന്റെ ഭാഗത്ത് നിന്നാണ് ചെയ്യാനുള്ളത്. ഈ മക്കളുടെ വിശപ്പടക്കാൻ വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ആഹാരം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ വിശപ്പടങ്ങണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കണം. ആ കഴിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കളുടെ അല്ല, മക്കളുടെയാണ്. മാതാപിതാക്കൾക്ക് ആഹാരം ഉണ്ടാക്കാനും ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് കുഴച്ചുരുളി ഉരുട്ടി മക്കളുടെ വായിൽ വെച്ചു കൊടുക്കാനും പറ്റും. അതുകൊണ്ട് അവരുടെ വിശപ്പ് മാറില്ല. വിശപ്പ് മാറണമെന്നുണ്ടെങ്കിൽ ആഹാരം ഉള്ളിലേക്ക് ഇറക്കിയാലേ പറ്റൂ. അത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റില്ല, മക്കൾ തന്നെ ചെയ്യണം. എന്നാലേ അവരുടെ വിശപ്പ് മാറുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം വിശപ്പ് മാറുകയില്ല. അവർ വിശന്നിരിക്കുന്നതിന് ഉത്തരവാദി മാതാപിതാക്കളല്ല, അവർ തന്നെയാണ്. കാരണം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ മക്കൾ വിശന്നിരിക്കുന്നതിന്റെ പേരിൽ മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് പാപമോചനത്തിന്റെ കാര്യത്തിലും. മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്യേണ്ടതെല്ലാം കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ ചെയ്ത കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ളവരെ ദൈവം ലോകത്ത് നിയമിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വന്ന കാര്യം പറയുന്നുണ്ട്, തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, വലിയ സ്റ്റേജുകൾ കെട്ടി അവിടെ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, TV ചാനലുകളിൽ വന്നിരുന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ ഞങ്ങൾ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ്. ഇനി അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കേൾവിക്കാരുടെയാണ്.
ഈ മാതാപിതാക്കൾ ആഹാരം ഉണ്ടാക്കി വിളമ്പി വെച്ചിട്ടും മക്കൾ വിശന്നിരിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി മക്കൾ തന്നെ ആയിരിക്കുന്ന പോലെ ദൈവം മനുഷ്യർക്ക് വേണ്ടി പാപമോചനം ഒരുക്കി വെച്ചിട്ടും മനുഷ്യർ ഇപ്പോഴും പാപികളായിരിക്കുന്നതിന് കാരണം ദൈവമല്ല, മനുഷ്യർ തന്നെയാണ്. അവർ സുവിശേഷത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പാപികളായി ഇന്നും തുടരുന്നത്. അതുകൊണ്ട് ദൈവത്തിനെ ആർക്കും ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ പാപമോചനം പ്രാപിക്കാതെ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ദൈവമല്ല, ആ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പാപമോചനം പ്രാപിച്ചിട്ടില്ലാത്ത എല്ലാവരോടുമായി പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കായി ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട്. അതാണ് കാൽവരിയിലെ കുരിശ്. പാപം ചെയ്തിട്ടില്ലാത്ത, പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, പാപമേ ഇല്ലാത്ത യേശു ക്രിസ്തു കാൽവരി കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് പാപിയെപ്പോലെ മരിച്ചത് നിങ്ങളുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുത്തതുകൊണ്ടാണ്. നിങ്ങളത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളായി തീരാം. ദൈവം നിങ്ങളുടെ പിതാവായി മാറും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ അവകാശം ലഭിക്കും. അങ്ങനെ സ്വർഗീയ അവകാശികളായി മാറാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.